റിസൾട്ട് ഉണ്ട്. ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. ഇനി നാളെ എന്താവും അറിയില്ല. എന്തായാലും ഇതൊഴിച്ചു ഒരു ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മാക് ഫ്രീസ്റ്റൈൽ. വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിക്വി മോളിയുടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ ക്ലീനറിനെ കുറിച്ചാണ്. കാര്യം സത്യത്തിൽ അത് ഞാൻ യൂസ് ചെയ്തു എൻ്റെ മസ്ദ MPVക്കകത്ത്. 2002 മോഡലാണ്. അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതാണ് വണ്ടി. പ്രത്യേകിച്ച് മിസ്സിങ്, ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളും, അതുപോലെ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രാവിലെയൊക്കെ എടുക്കുന്ന സമയത്ത്, അല്ലെ സിഗ്നലിൽ കൊണ്ട് നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പം അതിന് പരിഹാരമായിട്ട് ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, റിസൾട്ട് വെരി ഹൈ ക്വാളിറ്റി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ലിക്വി മോളിയുടെ പ്രൊഡക്റ്റ്. ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന, അതേപോലെ എനിക്കൊന്ന് പഴയ വണ്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഫ്യൂൽ ഇഞ്ചക്ടറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ ഗ്യാസ് ടാങ്ക് അല്ലെങ്കിൽ ആ ഫ്യൂൽ പൈപ്പ് എന്തൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ ഉള്ള എല്ലാ രീതിയിലുള്ള കരട് അല്ല അങ്ങനെ കെട്ടി നിൽക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റവും നമുക്ക് പുറന്തള്ളി പോകും എന്നുള്ളതാണ്, ഇതിൽ മിക്സായി പോകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക്, ഞാൻ ഇത്രയും നല്ലൊരു റിസൾട്ട് സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാൻ യൂസ് ചെയ്തു. കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ വേറെയും കണ്ടിരുന്നു. മലയാളീസിൻ്റെ അങ്ങനെ മലയാളം വീഡിയോസ് വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് കാറിന്. അപ്പം നമുക്കറിയില്ല, നമ്മൾ ഈ മസ്ദ എന്നുള്ള ഈ വണ്ടി കാറുകൾ നമുക്ക് സെയിം കാർ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാമാണ് ഞാൻ കൂടുതലും സെർച്ച് ചെയ്തത്. പക്ഷേ അതിൽ കാറുകളിൽ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ലിക്വി മോളിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത്. അപ്പം എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ്. എന്താ പറയുന്നത്, ഇത്രയും കാര്യം നമ്മൾ കാറിലോട്ടൊരു കാര്യം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബൈക്കിനേക്കാൾ കൂടുതൽ കെയർ ചെയ്യണം. കാര്യം ഒരു പണി വന്നാൽ മോർ എക്സ്പെൻസീവ് ആണ്, അല്ലേ? ബൈക്കിനങ്ങനെ പണി വരുന്നൊരു പരിപാടി നമ്മൾ ചെയ്യാറില്ല, എന്നാലും പറയുവാണ്. കാറിന് ചെയ്യുമ്പോൾ അത് മോർ എക്സ്പെൻസീവ് ആണ്. അത് കാരണം തന്നെ ഒരു ഭാഗ്യപരീക്ഷണമായിട്ട് തന്നെയാണ് ഒഴിച്ചത്. പക്ഷേ അവിടെ ഷോപ്പിൽ ചെന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ലിക്വി മോളി ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വേറൊന്നും ആലോചിക്കുക, ലിക്വി മോളി വാങ്ങിച്ചു. ഉള്ളതിൽ ബെസ്റ്റ് ആണെന്നുള്ളൊരു വിശ്വാസം. എന്തായാലും ലിക്വി മോളിയുടെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ വിശ്വാസം കാത്തു എന്ന് തന്നെ പറയാം. വളരെ വളരെ എന്താ പറയുന്നത്, 110% അതിന് റിസൾട്ട് ഉണ്ട്. ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. ഇനി നാളെ എന്താവും എന്നറിയില്ല. എന്തായാലും ഇതൊഴിച്ചു ഒരു അതിൻ്റെ പുറത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചിരുന്ന പെട്രോളും തീർത്തു. അടുത്ത പെട്രോളിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിപ്പീറ്റ് ആ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതേപോലെ മിസ്സിങ് പ്രോബ്ലം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഈ തന്നെ വാങ്ങി യൂസ് ചെയ്യുക. വേറെ ഒന്നും നമുക്ക് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു മിസ്ഫയർ ഉണ്ടായിരുന്നു. മിസ്ഫയർ വന്ന സമയത്ത് ഞാൻ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളും മാറി. അപ്പം കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ എയർ ഫിൽറ്റർ, സെൻസർ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ എടുത്തു. എന്നിട്ടും വണ്ടിയുടെ രാവിലെ എടുത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു ലാഗ്, ആക്സിലേറ്റർ കൊടുത്ത് കുറച്ച് പല രീതിയിലും ഞാനത് ചിന്തിച്ചു വണ്ടിയുടെ മറ്റ് പല പ്രോബ്ലമായിട്ട്. പക്ഷെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇഞ്ചക്ടറും കൂടെ ക്ലീൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ അവർ പറഞ്ഞ 2 ലിറ്ററിൽ മിക്സ് ചെയ്ത് ഒഴിച്ച് ഓടാനാണ് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് 50 ലിറ്റർ പെട്രോളിൻ്റെ അകത്ത് ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് നമുക്ക് ഓടിച്ചത് തീർത്തതിന് ശേഷം നെക്സ്റ്റ് പെട്രോൾ യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ റെഗുലർ യൂസ് ചെയ്യാതിരിക്കുക. ഇത് ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലംസ് ഉള്ള വണ്ടികൾക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. എന്തായാലും പൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും ലിക്വി മോളിയുടെ പ്രൊഡക്റ്റൊക്കെ വളരെ പൊളി സംഭവം തന്നെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല പ്രൊഡക്റ്റാണ്. എന്തായാലും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.
അപ്പോൾ പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.